ഗായ്സ് അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി മുട്ട റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. വരും. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വേണം നമ്മുടെ ചെറിയ ജീരകം, പട്ട അതൊക്കെ ഇട്ട് കൊടുക്കാൻ. നല്ലോണം ചൂടായിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പട്ടയും ഏലക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ അപ്പോൾ നമ്മുടെ പട്ടയും കറാമ്പും ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ കുനുകുന അരിഞ്ഞ് ഇതിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കാം. ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണമായിട്ട് മിക്സ് ആക്കി വെക്കാം. ഒരു ചെറുതായിട്ടൊക്കെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ തക്കാളി കൊടുക്കാം. നല്ലോണം ബ്രൗൺ കളർ ആവാൻ പറ്റില്ല, അപ്പോൾ രുചി ഉണ്ടാവില്ല കേട്ടോ. കുറച്ചേരം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ ആവേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപ്പിട്ട് മിക്സ് ആക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പാടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു മണം പോകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കാം. നൈസായി അരിഞ്ഞ് തക്കാളി ആട്ടോ ഇതിൽ കൊടുക്കേണ്ടത്. ഒക്കെപ്പാടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം വാട്ടി കൊടുക്കാം. നല്ലോണം വാട്ടി കൊടുക്കാം. തക്കാളിയും ഉള്ളിയും മഞ്ഞ വന്നിട്ട് നമുക്ക് ഇതിട്ട് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണമായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഇരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മിക്സ് ആക്കി കൊടുക്കാം. എല്ലാവർക്കും ഇതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ നോക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിത് മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. മസാല പിടിക്കാനാട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണത്. ഇതുപോലെ എല്ലാ സൈഡിലും വരയ്ക്കാം കേട്ടോ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ മസാല നോക്കാം കേട്ടോ.
ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൂൺ ഇട്ട് കൊടുക്കണം. കുറച്ച് അതിലോട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടുകൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 സ്പൂണ്, ഒരു 2 സ്പൂണ്, പിന്നെ ഒരു 3 സ്പൂണിൻ്റെ ഒരു പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുക്കാണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ കുറച്ച് നേരം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവട്ടോ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ശേഷം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പാർന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. വെള്ളം പാരുമ്പോൾ കുറച്ച് പാരിയാൽ മതി, അല്ലെങ്കിൽ കൂടുതലാവും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. മസാല പിടിക്കണമല്ലോ വെള്ളത്തിൽ. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ. തിളക്കണൊക്കെ കൂട്ടാൻ കുറച്ചേരം തിളക്കാൻ വെക്കാം കേട്ടോ. നമുക്കിത് അപ്പോൾ ഗൈസ് ഇതിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ. എല്ലാ ഭാഗത്തു കൂടെ ആവാനുള്ള മസാല. എല്ലാം ഇളക്കി കൊടുക്കട്ടോ. മുട്ട പൊടിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും കൂടെ കൊടുക്കാം. വളരെ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇതൊന്ന് എല്ലായിടത്തും കൂടെ ഇട്ടിട്ട് അപ്പോൾ നല്ലോണം കണ്ട് കുറച്ചുകൂടെ നല്ല നല്ല കൊടുത്ത്. ഇപ്പം ഗൈസ് നമ്മളെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടോ. നമുക്കൊന്ന് തിന്ന് നോക്കാം, രസം നോക്കാം. അടിപൊളിയാണ്. ഞാൻ ലൈക്കിങ്ങോട് പറയല്ല, അടിപൊളി. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.